ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. ഗ്രാമത്തിന്റെ ദാഹമകറ്റുന്ന രാമൻചിറയ്ക്ക് സമീപം മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കാനൊരുങ്ങി കുളനട പഞ്ചായത്ത് അധികൃതർ. എതിർപ്പുമായി പ്രദേശവാസികൾ രംഗത്ത്. പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിലെ 10ാം വാർഡിൽ 6 ഏക്കറോളം വിസ്തൃതിയുള്ള രാമൻചിറ എന്ന ജലാശയത്തിന്റെ പേരിലാണ് ആ പ്രദേശവും അറിയപ്പെടുന്നത്. വേനലിൽ പ്രദേശത്തെ കിണറുകൾക്ക് ജലസ്രോതസ്സാകുന്ന രാമൻചിറയുടെ പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതിയിൽ നിന്നും അനുവദിച്ച 40 ലക്ഷത്തോളം രൂപ ചെലവിൽ ചിറ നവീകരിച്ചത്. എന്നാൽ ചിറയുടെ നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ യാതൊരു കൂടിയാലോചനയുമില്ലാതെ ചിറയ്ക്ക് സമീപം MCF പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും സംഭരിക്കാനുള്ള കേന്ദ്രം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതെന്ന് BJP OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് MS മുരളി ആരോപിച്ചു. പഞ്ചായത്ത് 10ാം വാർഡ് രാമൻചിറ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടം. നൂറ്റാണ്ടുകളായി ഉള്ള ഒരു ചിറയാണ് ഈ കാണുന്ന രാമൻചിറ എന്ന് പറയുന്നത്. ക്ഷേത്രവുമായും ഇവിടുത്തെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുളവും ഈ കുളത്തിൻ്റെ കരയിൽ നിൽക്കുന്ന പാല ഒക്കെ ആചാരത്തിൻ്റെ ഒരു ഭാഗമായി ഇവിടെ ഹിന്ദു സമൂഹം ആചരിച്ചു പോകുന്ന ഒരു കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ചിറ നവീകരിച്ചു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് ഇത് വൃത്തിയാക്കി ഇതിൻ്റെ ചുവരുമൊക്കെ കെട്ടി വളരെ മനോഹരമാക്കി ഇവിടെ പൂച്ചട്ടികളൊക്കെ വെച്ച് അടുത്തതായിട്ട് കുട്ടികളുടെ പാർക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനത്തിലാണെന്നാണ് അറിഞ്ഞത്. MCF മാലിന്യം, അതായത് ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും മാലിന്യം ഇവിടെ ശേഖരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങളിവിടെ നാട്ടുകാർ ഇതിൻ്റെ പ്രതിഷേധം, ഇത് പാടില്ല, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല, ഇത് യാതൊരു കാരണവശാലും ഇവിടെ അനുവദിക്കരുത്, ഇത് മറ്റ് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടർ അതുപ്രകാരം ശുചിത്വ മിഷന് ഈ പരാതി കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ്. ചിറയ്ക്ക് സമീപമുള്ള പാലമരം സമീപത്തെ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ യക്ഷിയമ്മ പ്രതിഷ്ഠയുമായി ബന്ധമുള്ളതും പ്രത്യേക ആചാരങ്ങൾ നടത്തുന്നതുമാണ്. ഈ പാലമരത്തോട് ചേർന്നാണ് മാലിന്യ സംഭരണ കേന്ദ്രത്തിനായി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവരം ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മോശമായാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഇടപെട്ടതെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് സതീഷ് പറഞ്ഞു. സെക്രട്ടറിയുടെ അടുത്ത് പരാതിയും കൂടി ചെന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അംബിക മേഡം മോശമായിട്ടാണ് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും സംസാരിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് പരാതിയായിട്ട് ചെന്നപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കളക്ടറെ അടുത്ത് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ കാര്യത്തിന് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് വാർഡ് മെമ്പറെ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവരുടെ സെക്രട്ടറിയുടെ ഒത്താശയുടെ കൂടിയാണ് ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ കൊണ്ടിരുന്നത്. ഇത്രയും കാലമായിട്ട് ഇവിടെ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് അത് സ്ഥലം ഇളക്കുന്നത് പോലീസ് സ്റ്റേഷൻ വരാൻ വേണ്ടിയാണ്. എലവന്തട്ട പോലീസ് സ്റ്റേഷന് സ്ഥലമില്ല, അതിന് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള പദ്ധതിയാണെന്നാണ് മെമ്പർ ഉൾപ്പെടെ ഇവിടെ നാട്ടുകാരോട് പറഞ്ഞു പറ്റിച്ചത്. ഗ്രാമസഭയെ പറഞ്ഞിട്ടില്ല, ഇവിടെ നാട്ടുകാരോട് അല്ലാതെയും പറഞ്ഞിട്ടില്ല, അല്ലെ ഇതുപോലൊരു പദ്ധതി വരുന്നുണ്ട്, അല്ലെ ജനങ്ങളോട് ചോദിച്ചിട്ടല്ലേ എന്തെങ്കിലും ചെയ്യണ്ട, അതുപോലും ചെയ്യാതെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇനി ഇവിടെ ഇത് നടക്കത്തില്ല. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാമൻചിറയെ മലിനപ്പെടുത്തി മാലിന്യ സംഭരണം അനുവദിക്കാനാകില്ല എന്ന് പൊതുപ്രവർത്തകനായ സജി P. ജോൺ പറഞ്ഞു. വേസ്റ്റ് തള്ളുന്ന ഒരിടമാക്കി രാമൻചിറയെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസിയും റിട്ടയർഡ് അധ്യാപകനുമായ മാത്യൂസ് എബ്രഹാമും കൂട്ടിച്ചേർത്തു. ഈ പ്രദേശം വായു മലിനീകരണം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കുന്നതും ഇവിടുത്തെ ആളുകൾ ഇവിടെ ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള വായുവും ജലവും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പഞ്ചായത്തിൻ്റെ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ജലം ഉപയോഗിക്കാവുന്നതാണ് പഞ്ചായത്തിന് ഭാവിയിൽ. അങ്ങേറ്റം എതിർക്കുകയും ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കും. ഗ്രാമസഭയിലോ പൊതുജനങ്ങളോടോ ആലോചിക്കാതെ പഞ്ചായത്ത് അധികൃതർ രഹസ്യമായി എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രദേശവാസിയായ MK തങ്കപ്പന്റെ അഭിപ്രായം. അമൃത സരോവർ പദ്ധതി അട്ടിമറിക്കാനാണ് കുളനട പഞ്ചായത്ത് അധികൃതരുടെ ശ്രമമെന്നും ആരോപണമുണ്ട്. കുളനട പഞ്ചായത്തിലെ ആകെ മാലിന്യം സംഭരിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് ഇവിടെ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ന്യൂസ് ബ്യൂറോ, പന്തളം.